ജീവൻ മന്ത്രിയുടെയും അതുപോലെ തന്നെ വീണ ജോർജിന്റെയൊക്കെ സംസാരവും ശരീരഭാഷയും കണ്ടാൽ ഇവിടുത്തെ സാധാരണക്കാരനോട് പുച്ഛമല്ലേ? ഇവിടുത്തെ സാധാരണക്കാരനെ അപഹസിക്കുന്നതിന് തുല്യമല്ലേ അവരുടെ സംസാര ശൈലിയും ഭാഷാ ശൈലിയും ഒക്കെ? വീണ ജോർജ് കേരളത്തിന്റെ ഒരു മന്ത്രി എന്ന് നമുക്ക് തോന്നത്തില്ല. ഏതെങ്കിലും ഏകാധിപതി എന്നുള്ള മട്ടിലാണ് അവരുടെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചപ്പോൾ ഏഷ്യാന്റെ പേരെടുത്ത് ഇങ്ങനെ അജണ്ടയുണ്ടെന്ന് പറയുകയാണ്. വീണ ജോർജ് ഒരു പത്രക്കാരിയായി, വീണ ജോർജ് ഒരു ചാനൽ അവതാരകയായി ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴും ഇങ്ങനെ അജണ്ട വെച്ചിട്ടാണോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? കാലമൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. ഇവിടെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചത് പുതുപ്പള്ളിയിലെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ, പ്രിയപ്പെട്ട ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ വ്യാജ വാർത്തകളുമായി ഇറങ്ങിയത് അന്ന് വീണ ജോർജ് ഉൾപ്പെടെയുള്ളൂ ഇല്ലേ? ഇന്ത്യ വിഷൻ അതുപോലെ തന്നെ എല്ലാ ചാനലും ഞങ്ങളാരും പറഞ്ഞിട്ടുണ്ടോ അജണ്ട വെച്ച് സംസാരിക്കുകയാണ്? ഇത്രയും വ്യാജ പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPCC തീരുമാനപ്രകാരം ഇന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പടിക്കലിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പടിക്കൽ നടത്തുന്ന ഈ സമരത്തിൽ കടന്നു വന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ ഈ മീറ്റിംഗിന് ഈ പ്രതിഷേധക്കാരനയ്ക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൻ പെരുവേൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാന്യായ ഈ ധർണാ സമരത്തിന്റെ ക്യാപ്റ്റൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KV ഗിരീശൻ, BCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സാം കെ വർക്കി, വാർഡ് പ്രസിഡന്റുമാര്, ബൂത്ത് പ്രസിഡന്റുമാര്, പഞ്ചായത്ത് മെമ്പർമാര്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ കുരുവിള വർക്കി അടക്കമുള്ളവര്, നമ്മളിങ്ങനെ ഒരു ഭരണാസമരവുമായി ഈ പഞ്ചായത്തിന്റെ വാതിലേക്ക് കടന്നു വന്നത് എന്തിനെന്ന് ഇവിടുത്തെ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ആശാവർക്കർമാരുടെ സമരം ന്യായമായ ഒരു സമരമാണ്. അവര് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ സമരവുമായി കിടക്കുകയാണ്. സത്യാഗ്രഹ സമരത്തിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ന്യായമായ ഒരു സമരമാണ്. കേവലം 250 രൂപ 300 രൂപ കൊണ്ട് ഒരു ദിവസം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില 400 ഉയർന്നിരിക്കുകയാണ്. സപ്ലൈകോ സാധനങ്ങളില്ല, റേഷൻ കടയിൽ പോകുന്ന സാധനങ്ങളില്ലാത്ത ഒരവസ്ഥ സർക്കാർ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധാരണക്കാർക്കറിയാം. ഇങ്ങനെയുള്ള നാണം കെട്ട ഭരണം നടക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വസ്തുക്കരം കൂട്ടി, വെള്ളക്കരം കൂട്ടി, സമസ്ത മേഖലകളും കറണ്ട് ചാർജ് വർധനവ്, ഇനിയും നികുതി വർദ്ധിപ്പിക്കാനുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ നികുതി ഏർപ്പെടുത്താൻ. അതും പിണറായി അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ നികുതി അതേ ഉള്ളൂ ഇനി പിണറായിക്ക് കഴിവുപെടാനുള്ള ഒരു മാർഗമായിട്ട്. അതിനെപ്പറ്റി അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ നികുതി, മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നികുതി ഏർപ്പെടുത്താൻ പോകുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയെല്ലാം ശക്തമായ സമരങ്ങളുമായാണ് നമ്മളിവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടി ജീവനക്കാര്, നമ്മുടെ കൊച്ചുകുട്ടികളെ കരുതുന്ന അംഗൻവാടി ജീവനക്കാരുടെയും ശമ്പള വർധനവ് അവരും സംരംഭത്താണ്. അതും അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. ഈ സമരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നവർക്കുള്ളൂ. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KV ഗിരീശൻ, EC ജനറൽ സെക്രട്ടറി സാബു പുതുപ്പറമ്പിൽ,
UNCയുടെ മണ്ഡലം പ്രസിഡന്റ് ലോനപ്പൻ, TKTFന്റെ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് കൈപ്പനാട്, മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, വാർഡ് പ്രസിഡന്റുമാരെ, മറ്റേ ബൂത്ത് പ്രസിഡന്റുമാരെ, ബ്ലോക്ക് ഭാരവാഹികളെ, മറ്റു പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ ആശാവർക്കർമാർ സമരം ആരംഭിച്ചിട്ട് 45 ദിവസം കഴിഞ്ഞു. ഈ 45 ദിവസത്തിനോടകം ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട് ഒരു പ്രാവശ്യം കണ്ട് വീണാ ജോർജ് അവരുമായിട്ട് ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയല്ല നിങ്ങൾക്ക് അറിയാമല്ലോ, സർക്കാരിന് ഒരു സാമ്പത്തികമില്ല, നിങ്ങൾ ഈ വഴിസൈഡിൽ കിടക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്, അവിടെ നിങ്ങൾ സഹകരിക്കണം, എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ ഈ ആശുപത്രിയുടെ ഡയറക്ടർ അദ്ദേഹം വിളിച്ചപ്പോൾ ഈ കാര്യം തന്നെ പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾ യാതൊരു കാരണവശാലും ഈ സമരമുഖത്ത് നിന്ന് എഴുന്നേറ്റ് പോകത്തില്ല, ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കേണ്ട തുക വർദ്ധിപ്പിക്കുകയും അതുപോലെ ഞങ്ങൾ ആവശ്യപ്പെട്ട ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ എഴുന്നേറ്റ് പോകത്തുള്ളൂ സർക്കാരിനോട് അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം 100 കോടി രൂപയോളം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞത്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇതിൽ ആര് പറഞ്ഞാണ് വിശ്വസിക്കണമെന്ന് ഇപ്പൊ ആർക്കും അറിയത്തില്ല. എന്താണേലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ വന്നപ്പോൾ അവരെ ഈ പാവങ്ങളെല്ലാം പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഏകദേശം 700 കൂട്ടം കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു. അതിലിപ്പോ 600 കൂട്ടം കാര്യങ്ങൾ അവർ ചെയ്തതാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത മേഖലകളിൽ. ഇപ്പൊ ജേസൺ പറഞ്ഞ പോലെ ഇനി മനുഷ്യന് മാത്രമേ നീതി വർദ്ധിപ്പിക്കാനുള്ളൂ. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന വ്യാപകമായി 50, 60, 100 തരം ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പൊ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിന് 8 ബാറായി, പുതുപ്പള്ളി കൈതാപാന്തത്തിൽ 1 ബാറ്, മണ്ണർക്കാട് 2 ബാറ്, പാമ്പാടി 2 ബാറ്, അയർക്കുന്നത് 2 ബാറ്. ഇപ്പൊ 8 പഞ്ചായത്തിൽ മീനടത്തും കൂടപ്പടയും അകലക്കുന്നതും മാത്രമേ വരാനുള്ളൂ. അവിടെ ഉടനെ വരുമോ എന്ന് അറിയാമല്ല. എല്ലാ പഞ്ചായത്തുകളിലും ബാറ്. അതുപോലെ തന്നെ ഈ ബാറ് എല്ലാം ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങുന്ന കുടിയന്മാരെ ഇവിടെ പോലീസ് എക്സൈസ് വഴിയുന്നത് അറിയുക. എന്തൊരു വിരോധാഭാസമാണ്. ഒരു പൈസയുമില്ല. പക്ഷെ ആഡംബരപരമായി ഇവര് പുതിയ കാറ് കൊടുക്കുന്നു. മുഖ്യമന്ത്രി 1.5 കോടി രൂപയുടെ വാഹനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു പ്രവർത്തനവുമില്ല. സമസ്ത മേഖലയിൽ പരാജയപ്പെട്ട ഈ LDF സർക്കാരിന്റെ അവസാനമായിരിക്കുകയാണ്. അതുകൊണ്ട് ആളിക്കത്ത് പഴയൊരു പഴഞ്ചലുണ്ടല്ലോ, ആളിക്കത്ത് അവസാനിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ പോലെ ഇവരിപ്പോ സമസ്ത മേഖലകളിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അടുത്ത മെയ് മാസം വരുമ്പോൾ LDF സർക്കാരിന്റെ അധപതനമായിരിക്കും. അതിനെ നാന്ദി കുറിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ അംഗനവാടി ആശാ വർക്കർമാരെ അംഗനവാടിക്കാരെയൊന്നും കോൺട്രാക്ട് വർദ്ധിപ്പിക്കാതെയും അതുപോലെ പെൻഷൻ വർദ്ധിപ്പിച്ചും അതുപോലെ ജലക്കാരെ വർദ്ധിപ്പിച്ചും അതുപോലെ തന്നെ വൈദ്യുതിക്കാരെ വർദ്ധിപ്പിച്ചും സമസ്ത മേഖല അതുപോലെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ക്രിസ്തുമസോ ഓണമോ അങ്ങനെ എന്തെങ്കിലും വിശേഷ അവധികൾ വരണം. അല്ലെങ്കിൽ അതും കടമേടിച്ച് കോടിക്കണക്കിന് രൂപ കടമേടിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഉണ്ടാകാൻ പോകുന്ന പിള്ളേർക്ക് പോലും കടം നിർത്തി വെക്കുന്ന ഒരു ഭരണമാണ് ഈ LDF സർക്കാരിന്റെ ഭരണം. എന്താണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ ആ കോഡിനോട് ബന്ധപ്പെട്ട് ആദ്യം കോഡ് വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിചാരിച്ചു പിണറായി വിജയനാണ് ഞങ്ങളുടെ എല്ലാം ദൈവം തമ്പുരാനെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും കിറ്റും അതുപോലെ പെൻഷന് കൃത്യമായിട്ട് കൊടുത്തപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് വിചാരിച്ച് എല്ലാവരും LDFന് ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ കയറ്റി. ആ അധികാരത്തിൽ കയറ്റി ജനങ്ങളെല്ലാം ഇത് പഠിച്ചിരിക്കുകയാണ്. എന്താണേലും അടുത്ത പ്രാവശ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFന്റെ ഒരു നല്ല ഭരണം വരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ ഉണ്ടായിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിന്റെ വാദത്തിലും ആശാ വർക്കർമാരെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുക. അതുപോലെ തന്നെ അംഗനവാടിക്കാരെ നമുക്കറിയാം 3 വയസ്സായ കുട്ടികളെ അംഗനവാടിയിൽ ഏൽപ്പിച്ച് ഏകദേശം ഒരു 4 വയസ്സ് വരെ അവർക്കും വളരെ തുച്ഛമായ ശമ്പളമാണ്. ഇപ്പൊ നമ്മുടെ ഈ ചുറ്റുപാടുള്ള പല പഞ്ചായത്തുകളിലും പത്തനംതിട്ട പഞ്ചായത്തിലെ അതുപോലെ കൊല്ലം, തൃശ്ശൂർ പഞ്ചായത്തുകളിലൊക്കെ ആശാ വർക്കർക്ക് 2000 രൂപയും 1500 രൂപയും അവരുടെ ജനസ്ഥിതി അനുസരിച്ച് ഓണറായി വർദ്ധിപ്പിച്ചു കൊടുക്കണം. അവിടെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും ഇവിടെ ഏകദേശം 18,000 ആശാ വർക്കർമാരുണ്ട്. അവർക്ക് നിങ്ങളെ മറ്റുള്ള LDFന്റെ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നെങ്കിലും LDFന്റെ സർക്കാരിന്റെ കണ്ണു തുറക്കുന്നെങ്കിലും ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ ആശാ വർക്കർമാർക്ക് ഓണറായി വർദ്ധിപ്പിച്ചിട്ട് മാതൃകയായി തീരണമെന്ന് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുണ്ട്. എന്തായാലും കഴിഞ്ഞ 45 ദിവസക്കാലമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരത്തിന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവരെ വഴിയിൽ കിടത്തി അവിടെ കിടക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ നമ്മുടെ സഹോദരികളും എല്ലാം ഇപ്പം നിരാഹാര സമരം നടത്തിയിരിക്കുകയാണ്. ഈ നിരാഹാര സമരമൊക്കെ കണ്ട് ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നത് ഈ വീണാ ജോർജും അതുപോലെ പിണറായി വിജയനുമൊക്കെ. എന്താണേലും ഈ ഭരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF സർക്കാർ സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു സമരത്തിനുള്ള ആഹ്വാനം ചെയ്യാനുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ
ഈ സംസ്ഥാനത്തുള്ള ഒരു ആളോടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്ത് ആശാ വർക്കേഴ്സിന് സമരം മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കുവാനോ അവരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുവാനോ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റാണ് നമ്മുടെ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഇന്നലെ വരെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും സംസ്ഥാനത്ത് വ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും അവരുടെ സമരങ്ങൾ കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഇല്ലാതെ എന്റെ സംസ്ഥാനത്തേക്ക് പോയ സാഹചര്യമുണ്ട്. അപ്പോഴും അവർ പറയുന്നത് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും, അതിനുവേണ്ടി സമരം ചെയ്യുമ്പോൾ ഇവിടുന്ന് കടന്നു പോകുന്ന സ്ഥാപനങ്ങളെ ഞങ്ങൾ പരിഗണിക്കാറില്ല എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് CIT തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അങ്ങനെ കൊടുത്തപ്പോൾ തന്നെ പറയുന്നു, വീണ്ടും പണിയെടുക്കാതെ തന്നെ അവർക്ക് നോക്കുകൂലിയായിട്ട് വരെയും കൊടുക്കുന്നു. അങ്ങനെ നോക്കുകൂലി കൊടുക്കുമ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നോക്കുകൂലി ഇല്ല എന്ന് പറയുന്നു. എന്നാൽ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ പണിയെടുക്കാതെ തൊഴിലാളികൾക്ക് നോക്കുകൂലി വരെ കൊടുക്കുന്ന, അതിന് ഒത്താശ കൊടുക്കുന്ന ഈ ഗവൺമെന്റാണ് പണിയെടുക്കുന്ന ആശാ വർക്കേഴ്സിന് അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത്. നമ്മുടെ അലവൻസ് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു. നമ്മൾ ഇന്നത്തെ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ MLA ഷാൻഡി ഉമ്മർ വന്നെത്തി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വേഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റി ബഡ്ജറ്റിൽ തുക ഒഴിച്ച് വരും കാലങ്ങളിൽ അതിനവർക്ക് അധികമായിട്ട് വരുന്ന ചെലവ് 4.5 ലക്ഷം രൂപ ആ സംസ്ഥാനത്തിൽ ആ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി തന്നെ തീരുമാനിക്കും ആശാ വർക്കേഴ്സിന്റെ സേവനം അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കുമ്പോഴും ഈ സംസ്ഥാനത്ത് വ്യാപകമായി ഒറ്റപ്പെട്ട ചില ലഹരി കേസുകൾ മാത്രം പിടിക്കുന്നു. അതിന്റെ മൊത്ത കച്ചവടക്കാരെയോ അതിന് ഹോസ്റ്റലർമാരെ ആരെയും വിളിക്കുന്നില്ല. അപ്പോൾ ഈ സംസ്ഥാനത്ത് 1000-ലധികം ബാറുകളുണ്ട്. ആ ബാറുകളിലേക്ക് ഇന്ന് രാവിലെ 6 മണി വരെ കച്ചവടം ആരംഭിക്കുകയാണ്. രാത്രി 11 മണി വരെ ഈ സംസ്ഥാനത്ത് ആഭ്യന്തര പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്. ഇവരാരും ലഹരിക്കെതിരെ, ലഹരി മരുന്നും മദ്യത്തിനുമെതിരെയുള്ള ഈ സമരങ്ങളൊക്കെ ചെയ്യുകയും അതിനെതിരെ റെയ്ഡുകളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ബാറുകളിലെ വെളുപ്പിനെ മുതലുള്ള വ്യാപാരങ്ങളൊന്നും ഇവരെ അറിയുന്നില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ വരുമാന മാർഗമാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിച്ചു എന്ന് വരുത്തുക. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രമന്ത്രിയെ ഒരു മന്ത്രിക്ക് കാണണമെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാമല്ലോ, ചോദിക്കാമല്ലോ. ഞാൻ MLA ആയിരിക്കുന്ന എനിക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ചോദിച്ചപ്പോൾ അപ്പോയിന്റ്മെന്റ് തന്നെ. ഇപ്പോൾ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ചോദിച്ചാൽ കിട്ടും. ഞാൻ ഇനിയും കേന്ദ്രമന്ത്രി വരെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുതുപ്പള്ളിക്ക് വേണ്ടി, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഞാൻ അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ ചിലപ്പോൾ അവർ തരാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചാൽ കിട്ടാൻ സാഹചര്യം ഉള്ളപ്പോൾ ചോദിക്കാതെ കിട്ടുമെന്ന് എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഇവിടെ മൊത്തം ഉത്തരവാദിത്വം ഇന്ന് ആശമാർ സമരത്തിൽ, അംഗനവാടിക്കാർ സമരത്തിൽ, ഇനി പാചക തൊഴിലാളികളുടെ സമരത്തിലോട്ട് പോവുകയാണ്. പക്ഷെ ഇതിനെല്ലാം ഇവര് പറയുന്നത് കേന്ദ്രമാണ് ഉത്തരവാദി. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുഖ്യമന്ത്രിയാണോ മോദി? ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പേരാണോ BJP? BJPക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ കേന്ദ്രത്തിന് ഉത്തരവാദിത്വം. ഈ സർക്കാരിലെ പറഞ്ഞ 11,000 പേരെ പുറത്താക്കുമെന്ന് പറഞ്ഞ ഏത് സർക്കാരാ? കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ? സംസ്ഥാന സർക്കാരാ പറഞ്ഞത്. അപ്പൊ സംസ്ഥാന സർക്കാർ നേരിട്ട് നിയമിക്കുന്നവരാണിവർ. ആദ്യത്തെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് എത്ര ബുദ്ധിമുട്ടിയാണ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചത്. 37-8 ദിവസം കഴിഞ്ഞ് ആണ് ചർച്ചയ്ക്ക് പോലും വിളിച്ചത്. ചർച്ചയ്ക്ക് പോലും തയ്യാറാണ്. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജനകീയ പ്രശ്നങ്ങളെ, ജനകീയ സമരങ്ങളെ ഇങ്ങനെയല്ല നേരിട്ടുള്ളത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനവും ഈ തരത്തിലുള്ള ഏകാധിപത്യ സമീപനം മുഖ്യമന്ത്രിയുടെ മുട്ടാപ്പോക്ക് നയമാണ്, മുഖ്യമന്ത്രിയുടെ നയങ്ങളാണ്. മുഖ്യമന്ത്രിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആശമാരോട് സംസാരിക്കേണ്ട എന്ന്. ഈ ആശമാരെ പിഴമേലിലാക്കുന്ന ഈ തരത്തിലുള്ള സമീപനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ
എന്താ ചെയ്യുക? ജനങ്ങൾ ഇവിടുത്തെ അമ്മമാരെ കണ്ണുനീര് കണ്ടില്ല എന്ന് നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? ജനങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? ഇവിടുത്തെ സാധാരണക്കാരന് മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? നമ്മുടെ മക്കളെ നോക്കുന്നവരായവര്, നമ്മുടെ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരും അവരെ പരിപാലിക്കുന്നവരുമാണ് ഈ ആശാവർക്കർമാര്, അംഗനവാടിക്കാര്. അപ്പോൾ ആശാവർക്കർമാരെയും അംഗനവാടിക്കാരെയും പാചക തൊഴിലാളികളെയൊക്കെ ഏറ്റവും താഴേക്കടയിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റ് ഈ ഗവൺമെന്റാണോ ഇടതുപക്ഷ ഗവൺമെന്റ്? ഈ ഗവൺമെന്റാണോ തൊഴിലാളികളുടെ ഗവൺമെന്റ്? ഈ ഗവൺമെന്റാണോ ഇവിടുത്തെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന ഗവൺമെന്റ്? ഈ ഗവൺമെന്റാണോ കർഷക തൊഴിലാളികളുടെ ഗവൺമെന്റ്? ഈ ഗവൺമെന്റാണോ കർഷകരുടെ ഗവൺമെന്റ്? ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ, ഇവിടുത്തെ ടാക്സി തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ ഇന്ന് മുതലാളിമാരെ ഏജന്റായി മാറിയിരിക്കുന്നു. യാതൊരു സംശയവുമില്ല, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടുത്തെ ഇടതുപക്ഷക്കാർ പോലും ഈ ഗവൺമെന്റിന്റെ ചെയ്തികളിൽ മടുത്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇടതുപക്ഷക്കാരനെ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത് CPM-നാണ്. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എന്റെ ജന്മത്തിൽ ഞാൻ വോട്ട് ചെയ്തില്ല. ഇതാണ് ഇന്ന് ഇടതുപക്ഷക്കാരുടെ നിലപാട്. എന്നിട്ട് പറയുക ക്യാപ്റ്റൻ 3 വരുന്നത്. ക്യാപ്റ്റൻ 1-ൽ നമ്മൾ കണ്ടു ലിക്കർ LI, ക്യാപ്റ്റൻ 2-ൽ DI ഡ്രഗ്സ്, LDI. മൂന്നാം ടേം വന്നാൽ F കാണേണ്ടി വരും. എന്താ F എന്നറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗവൺമെന്റ് വന്നാൽ ഈ നാടിന് ആപത്താണ്. ഇപ്പൊ മൂന്നാം പിണറായി ഗവൺമെന്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഇടതുപക്ഷം ഏതെങ്കിലും ഒരു ഭരണ നേട്ടം സ്വന്തമായി പറയാനുള്ളതുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും തങ്ങളതാക്കി മാറ്റിയില്ലേ? ഇന്നലെ വിഴിഞ്ഞത്തെ കുറിച്ച് വാദം ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ പ്രതിഷേധിച്ചു. വിഴിഞ്ഞത്തെ കുറിച്ച് പറയാൻ എന്താ അവകാശം? അപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു, പോളനെ പറ്റി പറയാൻ പറ്റാത്തത് പോലെ തന്നെ അവിടുന്ന് പറയുന്നത് എന്നെ നോക്കി പറയാ, അവിടുന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ പറ്റി പറയാൻ പാടില്ല. ഞാൻ പറയുന്നുണ്ടാവുന്ന ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ. വിഴിഞ്ഞം കൊണ്ടുവന്ന ആരാ? ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാരാണ് കേരളത്തിൽ വിഴിഞ്ഞ പദ്ധതി നടപ്പാക്കുക. ഇന്ന് അതിനെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ക്രെഡിറ്റ് എടുക്കുന്നതിലാണ് മെയിൻ. വേറൊന്നുമില്ല, ക്രെഡിറ്റ് എടുക്കാൻ ഓടുക. അതിപ്പം എന്ത് സംവിധാനം ആണെങ്കിലും ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിൽ അത് സമ്മതിക്കത്തില്ല. ഈ സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ പ്രധാന ചട്ട അതിന്റെ ഫ്രണ്ടിൽ വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ട് തങ്ങളെ നേട്ടമാക്കി അവതരിപ്പിക്കുക എന്നുള്ളത് അവരുടെ PR വർക്ക്. ഇന്നിപ്പോ പറയുന്നത് ഞങ്ങൾ വിഴിഞ്ഞം നടപ്പിലാക്കി, NH നടപ്പിലാക്കി. ഡിപ്ലോമാറ്റാണ് TP ശ്രീനിവാസൻ. ആ ശ്രീനിവാസന്റെ ചൗക്കത്തി നോക്കി അടിച്ച് അദ്ദേഹത്തെ വീഴ്ത്തിയ SFIക്കാർ ഇന്ന് നിയമസഭയിൽ ഇരിപ്പുണ്ട്. അവരും കൂടെ പാസ്സാക്കിയിട്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ വിഷ്ണുനാഥ് അവിടെ നിന്ന് പാടി, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? ആരാ പുഷ്പൻ? മുത്തുപറമ്പിലെ രക്തസാക്ഷിയുള്ള ഒരാൾ വെടികൊണ്ട് വർഷങ്ങളോളം കിടപ്പിലായ ഇവർ പറയുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് കേരള സമൂഹം കാണുന്നു. യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ ഇരട്ടത്താപ്പുമായി പോകുന്ന ഇടതുപക്ഷത്തെ കേരളക്ക് ഒരു വെവ്വയുടെ ആവശ്യമില്ല. അപ്പൊ അവർ ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. മാങ്ങാനത്ത് കിട സമരം പറഞ്ഞത് ഇതാണ് ഏക മാർഗം. പൈസ ഉണ്ടാക്കാൻ ബെവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് തുറക്കുക, അല്ലെങ്കിൽ ബാർ തുടങ്ങുക. ഈ പുതുപ്പള്ളിയിൽ പണ്ടൊരു ബാറില്ലായിരുന്നു. എന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും MLA ആയിരുന്ന സമയത്തും ഒക്കെ ഒരിക്കലും ഇവിടെ ഒരു ബാറിന്റെ ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ എന്താ പറയാ, കള്ളൻ പുറകിലത്തെ വാതിൽ കൂടി വരുന്നു എന്ന് പറഞ്ഞ പോലെ പുറകിലത്തെ വാതിൽ കൂടി കയറി വന്ന് ഇവിടെ ഒരു ബാർ തുടങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കിയ സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ സർക്കാരിന്റെ മാപ്പില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കിയ സർക്കാരിന് മാപ്പില്ല. ഇവിടുത്തെ അമ്മമാരുടെ സഹോദരിമാരെ കണ്ണീർ വീഴ്ത്തിയ സർക്കാരിന് മാപ്പില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പോലും വിടാതെ മയക്കുമരുന്നിന് അടിമയാക്കിയ നമ്മുടെ ഓരോ സ്കൂളിന് മുന്നിലും ഇന്ന് മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു.
നമ്മുടെ ഓരോ കോളേജുകളുടെ മുന്നിലും മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. എന്തിന്? ഈ മണ്ഡലത്തിലെ LKG കുട്ടിക്ക് പോലും മയക്കുമരുന്നിന്റെ അടിമയായിത്തീരുന്ന സാഹചര്യം, അവനെ മറച്ചു വെക്കുന്ന പോലീസും അവനെ മറച്ചു വെക്കുന്ന സംവിധാനവും ഇവിടെ ഉണ്ടായിരിക്കുന്നു. എനിക്ക് ചോദിക്കാൻ ഉള്ളത്, നാണമുണ്ടോ? ഇങ്ങനെ ഈ നാടിനെ മദ്യത്തിനും മയക്കുമരുന്നിനും മുക്കാൻ ഈ ഗവൺമെന്റ് നാണമുണ്ടോ? യാതൊരു സംശയവും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിക്കുന്ന ദിവസം അടുത്ത് വരികയാണ്. അതിനുള്ള തുടക്കം മാത്രമാണ് ഈ സമരം. ഇവിടെ സമരം കൊണ്ടോ ധർണ കൊണ്ടോ ഒന്നും ഈ സർക്കാർ പാഠം പഠിക്കില്ല. ശക്തമായ സമരം ഇതിലേറെ നടത്തേണ്ടിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും KSന്റെ നേതൃത്വത്തിലും അതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇനിയും ശക്തമായ സമരം ഉണ്ടാകും. നമ്മുടെ നാടിനെ വിഷലിപ്തമാക്കിയ സർക്കാർ, മയക്കുമരുന്ന് കേന്ദ്രമാക്കിയ സർക്കാർ, ഗോഡ്സ് ഓൺ കൺട്രിയെ ഡ്രഗ്സ് ഓൺ കൺട്രി ആക്കി മാറ്റിയ ഈ സർക്കാർ, ആ സർക്കാർ വലിയ വിലയാണ് 5 വർഷം കൊണ്ട്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ നാട് കൊടുക്കേണ്ടി വന്നു ഈ സർക്കാർ. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുണ്ടായി, എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളി നിൽക്കുന്നത്. പണ്ടത്തെ പരസ്യ ഓർമ്മ ഒന്ന് കാണും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ പരസ്യ മുഖ്യമന്ത്രിക്ക് ഓർമ്മ ഒന്ന് കാണും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇനി പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. കോവിഡിന്റെ മറവിലാണ് തുടർഭരണം വന്നത്. ചരിത്രത്തിലെ ഏറ്റവും കുറവ് വോട്ടിംഗാണ് നടന്നത്. ആ കോവിഡിന്റെ മറവിൽ ജയിച്ച സർക്കാർ വീണ്ടും BJPയുടെ മറവിൽ ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. എന്ത് ഡീലുണ്ടെങ്കിലും ശരി, 3ാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകത്തില്ല. അത് ഉറപ്പാണ്. അതിനുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ സമരങ്ങളുടെ ഉദ്ഘാടനം ചെയ്ത പുതുപ്പള്ളിയുടെ ജനനായകൻ ശ്രീ ചാണ്ടി ഉമ്മൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുപ്പള്ളി മണ്ഡല പ്രസിഡന്റ് ബഹുമാനീയൻ, ഈ സമരത്തിന്റെ സംഘാടകനും കൂടിയായ ശ്രീ സാംവർക്കി, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചുള്ള കേരളക്കരയിലാകമാനം KPCCയുടെ ആഹ്വാനം അനുസരിച്ചുള്ള ഇത്തരം സമരങ്ങൾ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ നടക്കുകയാണ്. ഇതേ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് വരുന്ന നമുക്കറിയാം, കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കർമാർ അവരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. അവർക്ക് ചൂടുനോക്ക് പറയാൻ കഴിയില്ല. സമരത്തിന് ആധാരമായ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ അവസ്ഥ അവിടെ പ്രതിപാദിക്കാൻ പോവുകയാണ്. യോഗത്തിന്റെ ബഹുമാനനായ അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സാംവർക്കി, ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പുതുപ്പള്ളിയുടെ ആരാധനും ബഹുമാനീയനുമായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ KV ഗിരീശൻ, CMP ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാനായ സെക്രട്ടറി, ഇതുപോലെ ഒരു ധർണാ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഈ പഞ്ചായത്ത് പടിക്കലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു. കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് പഞ്ചായത്തുകൾ നൽകുന്ന ബില്ലുകൾ പാസാക്കി കൊടുക്കണ്ട എന്നുള്ള തീരുമാനം പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്ന് ട്രഷറികൾക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സർക്കാരിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ പണമില്ല. ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ള പണം 24-ാം തീയതി ട്രഷറി ബാൻ ചെയ്താൽ ആ തിരിച്ചെടുക്കുന്ന പണം കൊണ്ട് വേണം ഈ 31-ാം തീയതി കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും. ഈ ധർണാ സമരത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമുക്കറിയാം, കോവിഡ് കാലത്ത് അതിഭയങ്കരമായ ദുരിതത്തിന്റെ ഭീകരമുഖത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വ്യക്തിപരമായ തന്റെ ജീവന് വില കൽപ്പിക്കാതെ, കുടുംബാംഗങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ കോവിഡ് കാലത്ത് രാപകലില്ലാതെ പണിയെടുത്ത ഒരു വലിയ വിഭാഗമായിരുന്നു നമ്മുടെ ആശാ വർക്കർമാർ.
നമുക്കറിയാം സാബു പറഞ്ഞ പോലെ വൈകുന്നേരത്തെ അന്തിച്ചന്തയ്ക്ക് കൂടുന്ന പോലെ ടിവിയുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് 1 മണിക്കൂർ വരെ പത്രസമ്മേളനത്തിൽ അന്ന് ആശാവർക്കർമാരെ വളരെയേറെ പുകഴ്ത്തിയ ഒരാളായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും KK ശൈലജ ടീച്ചറും ഒക്കെ. പക്ഷെ ഇന്ന് കേവലം 232 രൂപ മാത്രം ഒരു ദിവസം വേതനം ലഭിക്കുമ്പോൾ ഉടുതുണിക്ക് മറുപടിയില്ലാതെ ഒരു നേരം പോലും വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള വരുമാനമില്ലാതെ ഹതഭാഗ്യരായി കഴിയുന്ന ലക്ഷോപലക്ഷം ആശാവർക്കർമാർ സർക്കാർ തങ്ങളുടെ ബഡ്ജറ്റിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭരണകാലത്ത് തങ്ങളുടെ തളരാപ്പത്തുകളിൽ പറഞ്ഞ ഒരു ദിവസം 700 രൂപ എന്ന വേതനം തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 47 ദിവസമായി നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ ധർണയും അതുപോലെ ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറയിൽപ്പെട്ട ആൾക്കാർ അവർക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നമുക്കറിയാം ഇവരെ തൊഴിലെടുക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് ഈ നാട്ടിൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ആശാവർക്കർമാരും അംഗനവാടിവർക്കർമാരും നിങ്ങളെ വിവിധ തലത്തിൽ ചൂഷണം ചെയ്യുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ കോൺഗ്രസും അതിന്റെ മുന്നണി സംവിധാനവും മുന്നോട്ട് പോകുമ്പോൾ ശക്തമായി ആ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾക്ക് തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് 2 വാക്കുകൾ അവസരം തന്ന മണ്ഡലം പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്താൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് യു. നമ്മുടെ ഈ സമരം ഏതാനും നിമിഷങ്ങൾക്ക് അവസാനിക്കുകയാണ്. നമ്മുടെ കൊല്ലാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ JNB മഠത്തിനെ ക്ഷണിച്ചോളും. ഏറെ ബഹുമാനായ ഈ സമര നായകൻ ശ്രീ പുതുപ്പള്ളിയുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാംഖ്യവർക്കി, ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KV ഗിരീശൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ദിവസക്കൂലി 700 രൂപ ആക്കി തരണമെന്നും അത് പ്രതിമാസം 2200 രൂപയിലേക്ക് എത്തണമെന്നും 21,000 രൂപയിലേക്ക് എത്തണമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് മൻമോഹൻ സിംഗിന്റെ മുഖത്ത് നോക്കി പാർലമെന്റ് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴങ്ങി ഇവിടെ വന്ന് അധികാരത്തിന്റെ കസേരയിൽ കയറി ഇരിക്കുന്നവരുടെ മുന്നിൽ വന്ന് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പാവപ്പെട്ടവർ വരുമ്പോൾ ആരാണ് ഞാൻ ദീപിപ്പിക്കുന്നതെന്നറിയാം. പിണറായി വിജയൻ തന്റെ 1ാം മന്ത്രിസഭയുടെ കാലത്ത് കോവിഡ് സമയത്ത് എന്നും വൈകുന്നേരം ചാനലിന്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ഒരു സൈഡിൽ പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീമതി നമ്മുടെ ടീച്ചറിനെ ആരോഗ്യമന്ത്രിയെ തള്ളി മാറ്റി മുന്നിൽ കയറി തള്ളിക്കൊണ്ടിരുന്ന ശ്രീ പിണറായി വിജയന് സംസ്ഥാനത്തിന്റെ ദൈനംദിന സ്ഥിതിയുടെ കണക്കുകൾ, കോവിഡിന്റെ കണക്കുകൾ, മരണത്തിന്റെ കണക്കുകൾ, രോഗത്തിന്റെ കണക്കുകൾ, ദുരിതത്തിന്റെ കണക്കുകൾ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാംഖ്യവർക്കി, നമ്മുടെ ഈ ധനസമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അവരുടെ അതിജീവനത്തിന് വേണ്ടിയായുള്ള സാധനയും ഓരോരോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വോട്ട് അവരോടൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത അവരുടെ മേഖലയിൽ കേരളത്തിൽ ഇതുപോലുള്ള ഒരു അവസ്ഥ ഇതിനും ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ഈ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ധർണാസമരം അവസാനിക്കുകയാണ്. ഈ ധർണാസമരത്തിന് എതിർത്ത് പറഞ്ഞാൽ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഗീതാ ശിവനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ വാഗ്ദാനം പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. 4 മണിക്ക് ന്യായാലയ കവലയിൽ സാധാരണ നടത്തി പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകരും നമ്മുടെ ബഹുമാനായ MLA ശ്രീ ജാണ്ടിയമ്മനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരും ആ പരിപാടിക്ക് കടന്നു വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിജ്ഞ പറയുന്നവരായി ശ്രീ ഗീതാ ശിവനെ ക്ഷണിച്ചുകൊള്ളും. ഈ ധർണാസമരത്തിൽ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് സാംഖ്യവർക്കി, ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീശൻ ചേട്ടൻ, ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന മണ്ഡലം ഭാരവാഹികളെ, ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടിയമ്മൻ, ജനപ്രതിനിധികളെ, മറ്റുള്ള എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ഈ വൈകിയ വേളയിൽ ഒന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും വനിതകളായ ഞങ്ങളുടെ പ്രാതിനിധ്യം ഈ ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ധർണാസമരം സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, സൂചന 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 മാത്രം, സൂചന കണ്ട് വെടിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ
ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ മുഖ്യൻ കേരള മക്കൾ കണ്ടിട്ടില്ലേ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, വി. സതീശൻ സിന്ദാബാദ്, ചാണ്ടി ഉമ്മൻ സിന്ദാബാദ്. ഈ ധർണാ സമരം അവസാനിച്ചിരിക്കുന്നു.